Hi guys, this is Arya and welcome back to my channel. So it's not a new channel, it's an old channel itself. Okay, so ഈ ഫുൾ വീഡിയോ കാണുക, ഡോണ്ട് സ്കിപ്പ്, പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആദ്യം തന്നെ പറഞ്ഞേക്കാം. സോ ബേസിക്കലി ഞാൻ ഈ ചാനൽ ഉണ്ടാക്കുന്നത് 2024-ലാണ് ആൻഡ് ഞാൻ ആ സമയത്ത് 10th പാസ് ഔട്ടായി. അതിന് ശേഷം എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ വന്നു. ഐ ഷുഡ് ബി എ കോണ്ടന്റ് ക്രിയേറ്റർ, ഐ ഷുഡ് മേക്ക് വാട്ട് വീഡിയോസ്, റീൽസ് ആൻഡ് ഓൾ എന്നൊക്കെ ഞാൻ കുറേ ചിന്തിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറേ കോണ്ടൻറ്റും ഉണ്ടാക്കി, കുറേ ഷോർട്സും ഉണ്ടാക്കി. പക്ഷേ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഐ വാസ് അഫ്രേഡ് ഈ ഒരു യൂട്യൂബ് കാരണം എൻ്റെ സ്റ്റഡീസ് എഫക്റ്റ് ചെയ്യോ, എൻ്റെ സ്റ്റഡീസ് എഫക്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും, എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് എങ്ങനെ ഞാൻ കാരണം അത് അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തയൊക്കെ വന്നപ്പോൾ ഐ സ്റ്റോപ്പ് ഡേറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ 10th വീഡിയോ ഉണ്ടാക്കുന്നത് നിന്നു. ഐ മീൻ 10th കഴിഞ്ഞിട്ട് 11th. അതിന് ശേഷം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു 12th ഞാൻ കുറേ ഷോർട്സ് ഉണ്ടാക്കി, കുറേ വീണ്ടും മോട്ടിവേഷൻ കയറി, ഞാൻ കുറേ വീഡിയോസൊക്കെ ഉണ്ടാക്കി, എല്ലാം ചെയ്തു. പക്ഷേ വീണ്ടും ഈ എക്സാം ഒക്കെ വരുമ്പോൾ വീണ്ടും ഐ ജസ്റ്റ് സ്റ്റോപ്പ് മേക്കിംഗ് ദാറ്റ് ഓൾ തിങ്സ്. സോ എനിക്ക് കിട്ടുന്നത്ര റീച്ച് കിട്ടുന്നതൊക്കെ വ്യൂസൊക്കെ സ്ലോലി ഗ്രാജുവലി ലോ ആവാൻ തുടങ്ങി. പിന്നെ എൻ്റെ ചാനൽ ആസ് എ ഡെഡ് പോലെയായിരുന്നു കിടന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ പേടിച്ചുകൊണ്ടിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഫ്രണ്ട്സ് സ്കൂളാണ്, ഫ്രണ്ട്സാണ്, എന്തൊക്കെ പറയും, എങ്ങനെ എന്നുള്ളതൊക്കെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റി 12th എന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടി. പിന്നെ എൻ്റെയൊക്കെ എക്സ്പെഷ്യലി ഞാൻ സ്കൂളിൽ ഭയങ്കര ആക്റ്റീവായൊരു കുട്ടിയാണ്. ആക്റ്റീവ് ഇൻ ദ സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ് എല്ലാത്തിനുള്ള ഐ ആം ഇൻ ടു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സോ ഐ വാസ് ബീങ് ടാർഗറ്റഡ് ലൈക്ക് ഇവളുടെ മാർക്ക് എന്നുള്ളൊരു പോളിസി അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിലാണേലും ഐ എം നോട്ട് saying bad about them, I'm just saying because I felt at that time അപ്പോൾ അതൊക്കെ കാരണം ഞാൻ വേണ്ട, ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നൊക്കെ പറ്റിയല്ല എന്ന് ചിന്തിച്ച് ഞാൻ തന്നെ വീഡിയോ ഇടൽ നിർത്തി എല്ലാം. ബട്ട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ഐ ഡിഡ്. ലൈക്ക് ഐ ഷുഡ് pursue this, I should continue this, make content creation as well as studies. ഞാൻ ബാലൻസ് ചെയ്യണമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് ഓവർ and over. But now I'm starting from the very beginning, and I am sure that I will put all my efforts in this content creation. And നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് എഫക്റ്റീവായിട്ട് വരത്തുള്ളൂ. സോ ഐ ഹോപ്പ് എവറി വൺ വിൽ ഗീവ് ദെയർ സപ്പോർട്ട് ടു മീ. സോ ഇറ്റ്സ് എ വെരി ഷോർട്ട് വീഡിയോ. ലൈക്ക് എനിക്ക് അധികം വലിച്ചു നീട്ടാൻ ആഗ്രഹമില്ല, ബിക്കോസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻട്രോ വീഡിയോ. സോ ഇതൊക്കെ കാരണമായിരുന്നു എനിക്ക് പറയണമായിരുന്നു. ഓക്കെ ഞാനിങ്ങനെ ചില ആൾക്കാരിലേക്ക് സം ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് ഇറ്റ്സ് നോട്ട് എ മേജർ നമ്പർ, ബട്ട് കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കാരണമാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. എൻ്റെ സ്റ്റഡീസ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഫിയർ കാരണമാണ് ഞാനിതൊക്കെ വേണ്ടാന്ന് വെച്ചത്, content creation. But I love making content. I want to be a content creator, and I love speaking. I love be myself. Like I want to be myself എന്നുള്ളൊരു ആളാണ്. So I think ഇത്രയും ഇന്നഫ് ആണ്. എല്ലാവരും പ്ലീസ് എല്ലാം കേൾക്കുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഫർദർ വീഡിയോസ് എന്നും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ടേക്ക് കെയർ.